അസാധാരണ രുചിയുള്ളൊരു സാധാരണ വെജിറ്റബിൾ സ്റ്റൂ ആണിത്. ഇത് അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് കോമ്പിനേഷനായിട്ട് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നതെന്ന്. അതേ റെസിപ്പി തന്നെയാണ്. ഞാൻ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചത്. കുരുമുളക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്തായാലും ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ സ്റ്റൂവിന്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കൂടുതലായിട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സ്റ്റൂവിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി കുറച്ച് നല്ലപോലെ ചേർത്താൽ മതി. പിന്നെ പച്ചമുളകിന് പകരം ഞാനിപ്പോൾ കാന്താരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5-6 കാന്താരി മുളക് ഞാൻ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. പച്ചമുളകിനേക്കാൾ ഗുണവും രുചിയും കാന്താരിക്ക് കൂടും. അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഇല്ലെങ്കിൽ പച്ചമുളക് തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിലേക്ക് 2 ഉരുളക്കിഴങ്ങാണ് തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് പച്ചവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കളർ മാറാതിരിക്കാൻ. കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ചേർക്കുന്നത് കുക്ക്ഡ് പീസാണ്. ഇതിപ്പോൾ ഫ്രീസറിലിരുന്ന പീസാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. കുക്കറിലിടുമ്പോൾ ഓവർ കുക്കായി പോവോ എന്ന് പേടിക്കണ്ട. കറക്റ്റായിട്ട് തന്നെ കിട്ടും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചിരവി പിഴിഞ്ഞൊന്നും എടുക്കുന്നില്ല. രാവിലെ തിരക്കിൻ്റെ സമയമാണ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്റ്റൂ എന്ന് പറയുമ്പോൾ കുറച്ച് തിരക്കുള്ള സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കലക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1.5 കപ്പോളം. ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒറിജിനൽ തേങ്ങാപ്പാൽ ചേർക്കണം എന്നുള്ളവർക്ക് 2ാം പാൽ എടുത്തിട്ട് ഇതുപോലെ ചേർത്താൽ മതി. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം. ഒരു വിസിൽ വരുമ്പോൾ ഒന്ന് സിമ്മിൽ വയ്ക്കുക. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തീ കൂട്ടി വയ്ക്കുക. ആകെ 3 വിസിൽ. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. എന്നാൽ ഒന്നും ഓവർ കുക്കായിട്ടും ഇല്ല. കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ചേർക്കണം. അതിന് പകരം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതാണിത്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. തിളപ്പിക്കുന്നില്ല. 1ാം പാൽ ഒഴിച്ച ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറു ചൂടിലങ്ങനെ ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. അപ്പോൾ അപ്പത്തിന് ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് തരുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.